പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ സൈനിക നടപടി ഉടൻ ഉണ്ടായേക്കില്ല. തിരിച്ചടിക്ക് വ്യോമസേനയെ ചുമതലപ്പെടുത്തിയേക്കുമെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. വിവരങ്ങളുമായി ഗൗതം അമരകുഞ്ചം നമുക്കൊപ്പം ചേരുകയാണ്. ഗൗതം, നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയിരിക്കുന്നത്, സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിക്കുന്നതിലൂടെ. പക്ഷേ സൈനിക നടപടി കൂടുതൽ പ്രിപ്പറേഷന് ശേഷം മാത്രം മതി, അങ്ങനെയാണോ? തീർച്ചയായിട്ടും നമുക്ക് ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ്. അതേസമയം ഈ ഭീകരർക്കായുള്ള തെരച്ചിലും അതോടൊപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സൈനിക നീക്കങ്ങളും ഒക്കെ തുടരുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം ശക്തമായ ഒരു തിരിച്ചടി നൽകുന്നതിന് കൃത്യമായ പ്രിപ്പറേഷനോട് കൂടി തന്നെ തിരിച്ചടി നടത്തിയാൽ മതി എന്നൊരു ആലോചനയുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ നൽകിയിരിക്കുന്ന നയതന്ത്ര തിരിച്ചടി തന്നെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതം, ദൂരവ്യാപക പ്രത്യാഘാതം സൃഷ്ടിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിന്നലാക്രമണമായിട്ടാണ് കരുതുന്നത്. ഇന്ത്യ കാത്തുവച്ചിരിക്കുന്ന ഇരട്ട പ്രഹരങ്ങളിൽ ആദ്യത്തെ പ്രഹരം തന്നെ പാകിസ്ഥാന് കനത്ത പ്രഹരമായി മാറുന്നു എന്നുള്ള വിലയിരുത്തൽ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് തിരിച്ചടി, സേനയെ ഉപയോഗിച്ചുള്ള തിരിച്ചടിക്ക്, സൈനികമായ തിരിച്ചടിക്ക് കുറച്ചുകൂടി തയ്യാറെടുപ്പുകളോടുകൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന നടക്കുന്നതായി നമുക്ക് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തിരിച്ചടിക്ക് നേതൃത്വം നൽകുക വ്യോമസേനയായിരിക്കുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഉറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് നമുക്കറിയാം എയർ സ്ട്രൈക്കിലൂടെയാണ് ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയത്. അതിന് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും ഇത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടിയും നൽകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളുള്ളത്. നേരത്തെ തന്നെ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ മന്ത്രി, ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സ്ഥിതിഗതികൾ വിവരിച്ചിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള യോഗങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം വിവിധ സേനകളോട് സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും തിരിച്ചടി നൽകാൻ കഴിയുന്ന തരത്തിലേക്ക് തയ്യാറായി ഇരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് സേനകൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതേസമയം കൃത്യമായി ഭീകരരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ ഒളിതാവളങ്ങൾ കണ്ടെത്തി കൃത്യമായ സ്ഥലങ്ങൾ, നേരത്തെ ഉറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് നടത്തിയിട്ടുള്ള തിരിച്ചടി എങ്ങനെയാണോ അതിന് സമാനമായ രീതിയിൽ ജിയോ മാപ്പിംഗ് നടത്തി വ്യോമസേനയെ ഉപയോഗിച്ച് ശക്തമായ തിരിച്ചടി നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്, അതിനുള്ള തയ്യാറെടുപ്പാണ് രാജ്യം നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യോമസേനയെ ഇതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തും. ഒപ്പം തന്നെ കരസേനയും മറ്റ് സേനകളും, അതിർത്തി സുരക്ഷാ സേനയും ഉൾപ്പെടെയുള്ള സേനകൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് ഒരുക്കി കൊടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ നൽകാനാകുക. എന്തായാലും ഉടനടി തിരിച്ചടി ഉണ്ടായേക്കില്ല എന്നതിന്റെ അർത്ഥം ഇപ്പോൾ നടക്കുന്ന സൈനിക നീക്കങ്ങളൊക്കെ തന്നെ തുടരും. അതോടൊപ്പം തന്നെ ശക്തമായ തിരിച്ചടി, ഈ നയതന്ത്ര തീരുമാനം എടുത്തതും സമാനമായ രീതിയിലായിരുന്നു. അതിന് കൃത്യമായി തന്നെ പിന്തുണ നേടിയതിനു ശേഷം, ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ നേടിയതിനു ശേഷം കൃത്യമായ സ്ഥലത്ത് അടിക്കേണ്ടിടത്ത് എങ്ങനെ അടിക്കണമെന്ന് ആലോചിച്ച് കൃത്യമായ തിരിച്ചടിയാണ് നൽകിയത്. സമാനമായ രീതിയിൽ തന്നെ സൈനിക നീക്കവും നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് സൈനിക വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ പറയാനാകുക. അതുകൊണ്ട് തന്നെ വ്യോമസേനയ്ക്കായിരിക്കും ഇതിന്റെ ചുമതലയെന്നും ഇപ്പോൾ വിവരം ലഭിക്കുകയാണ്. ബിനിൽ, ശരി, വ്യക്തമാണ്. വ്യോമസേനയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ ആസൂത്രണത്തിന് ശേഷം സൈനിക തരത്തിലുള്ള നടപടിയിലേക്ക് ഇന്ത്യ കടക്കും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. വേഗത്തിലൊരു നടപടിയല്ല, തന്ത്രപ്രധാനമായ മേഖലകളെല്ലാം സുരക്ഷിതമാക്കിയ ശേഷമുള്ള കൃത്യമായ നടപടിയിലേക്ക് ഇന്ത്യ കടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങളിലെ സൂചനകൾ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുത്തുകയാണ് ഇന്ത്യ. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.